അല്ലു തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് അവൻ്റെ ദേവുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അലക്സ് കോൾ എടുത്തു. ഛേ, എന്താ അലക്സ് ഇച്ചായോ, ഭാര്യയെ തൊട്ടപ്പോഴേക്കും ഇത്രയങ്ങ് പൊള്ളിയോ? അപ്പോൾ പിന്നെ പെങ്ങന്മാരെ ഒന്ന് തൊട്ടാലോ? എന്തായാലും ചത്തവൻ പോകും മുന്നേ അനിയത്തിക്ക് ഒരു കൊച്ചിനെ കൊടുത്താണ് പോയത്. എങ്കിലും അവൾ കാണാൻ ഉഗ്രൻ തന്നെയാണ് കേട്ടോ, പറയാതെ വയ്യ. വെറുതെയല്ല എല്ലാം പെട്ടെന്ന് നടന്നത്. അവൻ ഫോണിലൂടെ വഷളം ചിരിയോടെ പറഞ്ഞു. ഡാ, അല്ലു വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അലറി. ഷേ, ചൂടാകാതെ. എനിക്ക് ഇച്ചായനെ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന സകലിനെ വേണം, കൂടെ അവൻ്റെ അപ്പൻ സാമുവൽ. രണ്ടുപേരും എനിക്ക് കുറച്ച് സെറ്റിൽമെൻറ്റ് തീർക്കാനുണ്ട് അലക്സേ, അവൻ പറഞ്ഞു. നീ ഈ പറയുന്ന രണ്ടുപേരും എൻ്റെ ഒപ്പമില്ല. അവർ എവിടെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല. അഥവാ അറിഞ്ഞാലൊട്ടും നിന്റെ കയ്യിൽ അവർ എത്തിക്കില്ല ഞാൻ, അല്ലു വെല്ലുവിളി പോലെ പറഞ്ഞു. നീ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഞാൻ മണ്ടനല്ല. പറയടാ, അവർ എവിടെ? അവൻ ഫോണിലൂടെ അല്ലുവിനോട് അലറി. എനിക്കറിയില്ല, അല്ലു കടുപ്പിച്ചു പറഞ്ഞു. പ്രിയയുടെ വിളി അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. മോളെ, അല്ലു വെപ്രാളത്തോടെ വിളിച്ചു. പേടിക്കണ്ട, ഇവളും കൊള്ളാം. നീ അവർ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഇവരെ ഞാൻ വിടും. ഇല്ലെങ്കിൽ ഇവരെ ഞാനങ്ങ് കൊണ്ടുപോകും മുംബൈക്ക്. അവിടുത്തെ തെരുവുകളിൽ ഇവളുമാരുടെ മാംസം വിറ്റഴിയും. അവൻ പുച്ഛച്ചിരിയോടെ അല്ലുവിന് നേരെ വെല്ലുവിളി നടത്തി. നീ നിന്റെ മരണത്തെയാണ് വെല്ലുവിളിക്കുന്നത് ഫെഡറിക്. എൻ്റെ പെങ്ങന്മാരുടെ ശരീരത്തിൽ നിന്റെ ആ വൃത്തികെട്ട കണ്ണോ കയ്യോ പതിഞ്ഞാൽ നിന്റെ മരണം നീ വിചാരിക്കുന്നതിലും നരകതുല്യമായിരിക്കും. നിനക്കറിയില്ല അലക്സിനെ. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖത്തോടെ അല്ലു പറഞ്ഞു. ഓ, രോമാഞ്ചം വന്നു. ഈ ഈ അലക്സ് ഡേവിഡിനെ ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം. നിന്റെ ഒപ്പം അവർ രണ്ടും ഉണ്ടാകണം. അത്രയും പറഞ്ഞ് ഫെഡറിക് കോൾ കട്ടാക്കി. അല്ലു ദേഷ്യത്തിൽ വണ്ടി സ്റ്റാർട്ടാക്കി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അല്ലു അവിടെ എത്തുമ്പോൾ എബി വേഗത്തിൽ പുറത്തേക്ക് വരുമായിരുന്നു. അല്ലുവിനെ കണ്ട് അങ്ങോട്ട് വന്നു. ഓഫീസിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണം, എബി വെപ്രാളത്തിൽ പറഞ്ഞു. അവിടെ പോയിട്ട് കാര്യമില്ല, നീ വയ്ക്കോ, ഞാൻ അവിടെ വരും. ഇത് സാമുവൽ എനിക്ക് വേണ്ടി നെയ്ത വലയാണ്. അതിലേക്ക് ഉടലോടിട്ട് ചുടേണ്ട കുറച്ച് ആളുകളുണ്ട്. എല്ലാവരെയും കൂടെ ഒരുമിച്ചങ്ങ് അവസാനിപ്പിച്ച ഈ പ്രശ്നം ഇതോടെ തീരും, അല്ലു അമർഷത്തോടെ പറഞ്ഞു. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എബി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. നീ ഇപ്പോൾ ഓഫീസിൽ പോയി ആരെ കാണാൻ? അവിടെ റിയയുമില്ല നെയ്യുമില്ല. രണ്ടുപേരും അവൻ്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്, അല്ലു ഗൗരവത്തിൽ പറഞ്ഞു. എബി അവനെ സൂക്ഷിച്ചു നോക്കി അവിടെ നിന്ന് പോയി. അല്ലു നേരെ ദേവുവിനെ കാണാൻ പോയി. അപ്പാ, ഡെവിയുടെ അടുത്തേക്ക് പോയി കയ്യിൽ മുറുകെ പിടിച്ചു. എന്താടാ, എന്തോ പ്രശ്നമുണ്ടല്ലോ, ഡെവി പറഞ്ഞു. ഉണ്ടപ്പാ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അപ്പയോട് പറയാനുണ്ട്. അപ്പയെല്ലാം ശ്രദ്ധിച്ച് ക്ഷമയോടെ കേൾക്കണം. അല്ലു ഡെവിയോട് ക്രിസ്റ്റി ജീവനോടെ ഉണ്ട് എന്നത് മുതൽ നീയെയും റിയയെയും ഇപ്പോൾ കൊണ്ടുപോയതുവരെ പറഞ്ഞു. ഡെവി അവിടെ ഉണ്ടായിരുന്ന ചെയറിലേക്ക് ഇരുന്നു. ഒറ്റ ഒരെണ്ണം ബാക്കി ഉണ്ടാവരുത്. സ്വന്തം ബന്ധങ്ങൾ ഒന്നും നോക്കരുത്. നരകിച്ച് ചാവണം എല്ലാം. ദേവുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്നത്തോടെ ഈ പ്രശ്നം അവസാനിപ്പിക്കണം, ഡെവി അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. അല്ലു അപ്പനെ നോക്കിയിട്ട് ദേവുവിനെ ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റുമെന്ന് നോക്കി. അപ്പാ ദേവു, അവളെ ഒന്ന് കാണാൻ, അല്ലു ചോദിച്ചു. മോൾക്ക് കുഴപ്പമൊന്നുമില്ല. ബോധം തെളിയാൻ സമയമെടുക്കും. നീ പോയിട്ട് വാ. ഇവിടെ ഞാനുണ്ടാകും. എന്നെ മറികടന്ന് ആരും എൻ്റെ കൊച്ചിനെ തൊടില്ല. നിന്റെ അപ്പം തരുന്ന വാക്കാ, ഡെവി അല്ലുവിന് ആത്മധൈര്യം കൊടുത്തു. അവൻ ഒരിക്കൽ കൂടെ ഡോറിൻ്റെ വിടവിലൂടെ ദേവുവിനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. ഡെവി കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലു പോയ വഴിയെ നോക്കി. ആരെടാ നീയൊക്കെ? വിടടാ എന്നെ, റീത്ത അവരുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. അടങ്ങിയിരിക്കടി, അവൻ അവളെ നോക്കി അലറി. അഴിച്ചു വിടടാ എന്നെ, നിനക്കൊക്കെ അറിയില്ല എന്നെ, റീത്ത കെട്ട് വലിച്ചഴിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അറിയേണ്ട ആൾ ഇപ്പോൾ വരും, അവൻ പറഞ്ഞു. എൻ്റെ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ നിന്റെയൊക്കെ അവസാനമായിരിക്കും. അഴിച്ചു വിടടാ എന്നെ, എന്തിനാ ഇവിടെ കെട്ടിവെച്ചേക്കുന്ന, റീത്ത അലറി വിളിച്ചു പറഞ്ഞു. അവന്മാർ അവളെ ഒന്ന് നോക്കിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. റീത്ത കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആയിരുന്നു അവളെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ട് വന്നത്. അവരൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ആരാ എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് അടഞ്ഞ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് റീത്ത അടിമുടി വിറച്ചുപോയി. ക്രിസ്റ്റി, റീത്ത വിറയ്ക്കുന്ന ചുണ്ടോടെ പറഞ്ഞു. അതേടി, ക്രിസ്റ്റി ശ്രയാൻ. എന്തേ, ഞാൻ ചത്തു തുലഞ്ഞൂന്ന് കരുതിയോ നീ? റീത്ത ഒന്നും മിണ്ടിയില്ല. അവൻ്റെ ഒപ്പം തന്നെ എബിയുമുണ്ട്. എന്നെ അഴിച്ചുവിടടാ, നീയൊക്കെ എന്തിനാ എന്നെ കെട്ടിവെച്ചിരിക്കുന്നത്, എബിയെ നോക്കി റീത്ത ദേഷ്യത്തിൽ പറഞ്ഞു. അഴിച്ചു വിടാറായിട്ടില്ല. നിനക്കും നിന്റെ ചിങ്കിടികൾക്കുമുള്ളത് എടുത്തു വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പതിയെ നിന്നെ അഴിച്ചുവിടാം, എബി പുച്ഛത്തിൽ പറഞ്ഞു. റീത്ത അവരെ ദേഷ്യത്തിൽ നോക്കിയിട്ട് കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എബി ആരെയോ ഫോണിൽ വിളിച്ച് പുറത്തേക്കിറങ്ങി. ക്രിസ്റ്റി ഫോണെടുത്ത് അല്ലുവിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു. റീത്ത അവനെ ദേഷ്യത്തിൽ നോക്കി. എന്താടി നോക്കുന്നേ? നിനക്കിതൊക്കെ പൊട്ടിച്ചു പോകാൻ തോന്നുന്നോ? അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു. ക്രിസ്റ്റി എന്തോ പറയാമെന്നതും എബി റയാനെയും മിഥുനെയും കഴുത്തിനു പിടിച്ച് മുന്നിലേക്ക് തള്ളി. റീത്ത അടിമുടി വിറച്ചുപോയി. റയാന്റെ
മുഖം ഇടി കൊണ്ട് ചതഞ്ഞു വല്ലാത്ത രൂപത്തിലായിരുന്നു. മിഥുന്റെ അവസ്ഥയും ഏതാണ്ട് അതേപോലെ തന്നെയായിരുന്നു. എന്താ റീത്ത മേഡം, പേടി തോന്നുന്നോ? ഇനി ഒരുത്തം കൂടിയുണ്ട്. അവൻ കൂടെ ആയാൽ കളി കളറാകും. റീത്ത ഒന്നും മിണ്ടാനാകാതെ ഇരുന്നു പോയി. അല്ലു ഫെഡറിക്കിന്റെ അടുത്തെത്തുമ്പോൾ തന്നെ അവന്റെ മരണം കുറിച്ചിരുന്നു. കൃത്യമായി താനൊരു സൂചന പോലും കൊടുക്കാതെ തന്റെ താവളത്തിലെത്തിയ അല്ലുവിനെ കണ്ട് അവന്റെ കണ്ണൊന്ന് കുറുകി. അല്ലു അവന്റെ കോട്ടയ്ക്കുള്ളിൽ കയറിയപ്പോൾ തന്നെ വലിയ ശബ്ദത്തോടെ വാതിലടഞ്ഞു. അത് കേട്ടിട്ടും അല്ലുവിന്റെ ചുണ്ടിൽ പുച്ഛച്ചിരി തന്നെയായിരുന്നു. എന്താടാ ഫെഡറിക്കെ, നിനക്കൊരു സംശയം? ഞാൻ എങ്ങനെ കൃത്യമായി ഇവിടെ എത്തിയെന്നതിലാണോ? അല്ലു കയ്യിലെ വാച്ചും ഫോണും അവന്റെ മുന്നിലെ ടേബിളിൽ വച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയാം അലക്സ് ടേബിൾ എന്ന ചെകുത്താൻ ഇവളുമാരെ ഒറ്റയ്ക്ക് അവിടെയാക്കി പോരണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ പെണ്ണിന്റെ അടുത്തുകൂടെ ഞാൻ ആളെ നിർത്തിയത്. നിനക്ക് പ്രിയപ്പെട്ടതൊക്കെ ഒരുമിച്ച് എന്റെ കാൽക്കീഴിൽ വന്നാൽ നീ പതറും. ഫെഡറി വലിയ കാര്യം പോലെ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. നീ മുമ്പേ മറിച്ച ഡോൺ തന്നെയടേ ചെറുക്കാ. നിന്റെ അപ്പനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. നീ നിന്റെ മറ്റവളുമാരെ വിളിച്ച് ചോദിക്ക് ഇപ്പൊ എവിടെയാണെന്ന്. അല്ലുവിന്റെ പരിഹാസം നിറഞ്ഞ സംസാരം അവന് തീരെ ഇഷ്ടമായില്ല. അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. പിന്നെ ദേഷ്യത്തിൽ ഫോൺ താഴെ എറിഞ്ഞു പൊട്ടിച്ചു. ഡാ, ഫെഡറി അലറിക്കൊണ്ട് അല്ലുവിന് നേർക്ക് വന്നു. ആ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. എനിക്ക് എൻ്റെ പെണ്ണ് ഉണരും മുന്നേ എത്തണം. അതുകൊണ്ട് കണക്കൊക്കെ പെട്ടെന്ന് തീർക്കാം, അല്ലു പറഞ്ഞു. തീർക്കാമെടാ, എല്ലാം തീർക്കാം. നോക്കി നിൽക്കാതെ അടിച്ചൊതുക്കടാ ഇവനെ. അവൻ്റെ കൈയും കാലും അനങ്ങരുതെന്ന് ഫെഡറി കൂടെ നിന്നവരോട് അലറി. പക്ഷേ അവിടെ നിന്ന് ഒരുത്തം പോലും അനങ്ങിയില്ല. ഫെഡറി ദേഷ്യത്തിൽ അവന്മാരെ നോക്കിയതും അവന്മാർ ഒരു പുച്ഛച്ചിരിയോടെ അവനെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങി. ഇപ്പം മനസ്സിലായോ ഞാൻ എങ്ങനെ ഇവിടെ കൃത്യമായി എത്തിയെന്ന്? ആരൊക്കെ പോയാലും ഞാനുണ്ടല്ലോ, അത് മതി. കാശ് വാങ്ങിയാൽ വാങ്ങിയ കാശിന് ജോലി ചെയ്യാതെ ഫെഡറി പോകില്ല. പോയ ചരിത്രമില്ല, ഫെഡറി പറഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ട് അല്ലുവിന് ചിരി വന്നു. ചരിത്രമൊക്കെ നമുക്ക് മാറ്റാമെന്നേ. അപ്പോൾ എങ്ങനെയാ, തുടങ്ങുമല്ലേ? അല്ലു ഉച്ച നിറച്ചുകൊണ്ട് ചോദിച്ചു. തുടങ്ങുക. പറഞ്ഞു കഴിഞ്ഞതും ഫെഡറി അല്ലുവിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അല്ലു ഒന്ന് പുറകിലേക്ക് ആഞ്ഞു പോയെങ്കിലും ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തിരിഞ്ഞു അവൻ്റെ നെഞ്ചിൽ പഞ്ച് ചെയ്തു. മോനെ, നിനക്ക് എൻ്റെ കൊച്ചുങ്ങളെ തന്നെ കൊണ്ടുപോകണം അല്ലേടാ? അവരെ നിനക്ക് തെരുവിൽ കൊണ്ടുപോയി മാംസം വിൽക്കണമല്ലേ? അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അല്ലു ചോദിച്ചു. ഫെഡറി അപ്പോഴും തോറ്റുപോകാൻ മനസ്സില്ലാതെ അല്ലുവിൻ്റെ തലയിൽ അവൻ്റെ തല കൊണ്ടിടിച്ചു. അല്ലു ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഇടിയിൽ അവൻ്റെ കൈയൊന്ന് അയഞ്ഞു. ആ സമയം കൊണ്ട് ഫെഡറി അല്ലുവിനെ കുറേ ഇടിച്ചു. അല്ലു തിരിച്ച് ഒന്നും പ്രതികരിക്കാതെ കൊണ്ടു. വീണ്ടും അടിക്കാനായി കൈ ഉയർത്തിയതും അല്ലു അവൻ്റെ കയ്യിൽ പിടിച്ചു മുഖത്ത് വീണ മുടി മാതി ഒതുക്കി ചുണ്ടിൽ പൊടിഞ്ഞ ചോര തുപ്പിക്കളഞ്ഞിട്ട് അല്ലു അവൻ്റെ മൂക്കിനിട്ട് ഒരെണ്ണം കൊടുത്തു. കൈ പിടിച്ച് തിരിച്ചു. ഫെഡറിയുടെ വിളി അവിടെ മുഴങ്ങി. എന്നിട്ടും ദേഷ്യം തീരാതെ അല്ലു വീണ്ടും അവനെ എടുത്ത് പഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴേക്ക് നിയയും റേയും വന്ന് അവനെ പിടിച്ചു. ചാച്ചാ, അവൻ ദേഷ്യത്തിൽ അവരുടെ കൈ കുടഞ്ഞെറിഞ്ഞു. മതി ചാച്ചാ, അവൻ ചത്തുപോകും. അല്ലു ഒന്ന് അടങ്ങി. അവനെ തൂക്കിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞു ഫെഡറി. അല്ലു അവൻ്റെ ഷർട്ടിന് പിടിച്ച് എടുത്തു. ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടാൽ അന്ന് നിനക്ക് ഞാൻ ഇപ്പോൾ തരുന്ന ഈ ജീവൻ തിരിച്ചെടുക്കും, അല്ലു അവനെ നോക്കി പറഞ്ഞു. അവനെ പിറകിലേക്ക് തള്ളി അവരെ കൂട്ടിയിറങ്ങി. അവനെ ഇന്ന് തന്നെ കൊണ്ടുപൊയ്ക്കോണം ഇവിടെ നിന്ന്. ഇനി അവനെ ഇവിടെ കണ്ടാൽ. പുറത്തുനിന്ന ഗുണ്ടകളോട് പറഞ്ഞു അവൻ അവരെ കൂട്ടിപ്പോയി. അല്ലു നേരെ നിയയും റേയും കൂട്ടിപ്പോയത് സാനിയുടെ അടുത്തേക്കായിരുന്നു. എന്തിനാ അവിടെ വന്നതെന്നോ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നോ രണ്ടുപേരും അവനോട് ചോദിച്ചില്ല. കാരണം അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവർക്കും ഒന്നും ചോദിക്കാൻ ധൈര്യം വന്നില്ല. അതാണ് സത്യം. അല്ലു വന്നതും അവിടെ ഉണ്ടായിരുന്നവർ ഒരു റൂം തുറന്നു കൊടുത്തു. രണ്ടുപേരും അവൻ്റെ പിന്നാലെ നടന്നു. മുന്നിൽ ചേറിൽ കെട്ടിവെച്ചിരിക്കുന്ന രണ്ടുപേരെയും നിയയും റേയും മാറി മാറി നോക്കി. സാനി കറുത്തുണങ്ങി ഒരു കോലമായി. പക്ഷേ അടുത്തിരിക്കുന്ന ആൾ ഏതാണ്ട് വല്ലാത്തൊരു രൂപം. കണ്ണും മുഖവുമൊക്കെ വീർത്തു ചുവന്ന് ആളെ മനസ്സിലാകുന്നില്ല. രണ്ടുപേരും കണ്ണടച്ചാണ് ഇരിപ്പ്. അല്ലു അവിടെ ഇരുന്ന് വെള്ളമെടുത്ത് രണ്ടിൻ്റെയും തലവഴി ഒഴിച്ചു. മുന്നിൽ നിൽക്കുന്ന അല്ലുവിനെ കണ്ട് സാമുവൽ വിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ സാനി ദേഷ്യത്തിൽ നിയെ നോക്കുന്നുണ്ട്. അല്ലു അയാളുടെ മുഖം അടച്ച് ഒരെണ്ണം കൊടുത്തു. വീർത്തു തടിച്ച മുഖം പെട്ടെന്ന് പാള പോലെ ഉണങ്ങി. ഒപ്പം അയാളുടെ നിലവിളി ഉണർന്നു. സാനി ഞെട്ടിക്കൊണ്ട് അല്ലുവിനെ നോക്കി. നീ അങ്ങ് മുംബൈയിൽ നിന്ന് ഒരുത്തനെ ഇറക്കിയില്ലേ? അവനെ ഞാൻ കയറ്റി അയച്ചിട്ടുണ്ട് തിരിച്ച്. അവനെ കൊണ്ട് ഇനി ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകില്ല. ആ അവസ്ഥയിലാണ് തിരിച്ചു പോയത്. ഇനി നിന്നെ കൂടെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ അലക്സ് ഇങ്ങോട്ട് വരില്ല. അല്ലു പറഞ്ഞു നിർത്തുമ്പോൾ അയാൾ സാനിയെ നോക്കി. പേടിക്കണ്ട, മോൾ ഉടനെയൊന്നും വരില്ല. നിനക്ക് കൂട്ടിന് മോൻ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോദ്യവും പറച്ചിലും യാത്രയയപ്പും ഒന്നുമില്ല. നീ ഈ ദിവസങ്ങൾ കൊണ്ട് നരകം കണ്ടു മതി. പ്രായത്തിന്റെ ഒരു ഇളവ്, അങ്ങനെ കണ്ടാൽ മതി, അല്ലു പറഞ്ഞു. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം, നിന്റെ കണ്ണിൽ പെടാതെ. വരില്ല, ഈ നാട്ടിൽ ഇനി ഞാനും മോളും, സാമുവൽ കരഞ്ഞു പറഞ്ഞു. ഇനി അല്ലെങ്കിലും ഈ നാട്ടിൽ നിങ്ങളില്ല. നിന്നെയൊക്കെ കാണാതായിട്ട് ദിവസം എത്രയായി? തൻ്റെ ഭാര്യ, ആ പാവം സാധു, ഒരു പരാതി പോലും കൊടുത്തില്ല. കാണാനില്ലെന്ന് പറഞ്ഞു.
എന്താ കാരണം? നിന്റെയും നിന്റെ മക്കളുടെയും ദുഷ്ടതരം അനുഭവിച്ചും കണ്ടും കേട്ടും മനസ്സും അടുത്ത സ്ത്രീയാവാം. പേടിക്കണ്ട, അവരെ ഞാൻ പൊന്നുപോലെ നോക്കും. നിനക്കവരെ പണ്ടേ വേണ്ട. സ്വത്തുക്കൾ മതിയായിരുന്നു നിന്റെ മക്കൾക്ക്. അവർ വെറും വേലക്കാരിയായിരുന്നു. അല്ലു പറഞ്ഞു. അയാൾ നീയെ നോക്കി. പക്ഷേ അവൾ അയാളെ നോക്കിയിട്ട് വേഗം മുഖം തിരിച്ചു. ജോണേ! അല്ലുവിന്റെ വിളി കേട്ടതും ഒരു വാള് അവന്റെ മുന്നിലേക്കെത്തി. അല്ലു അത് ഒന്ന് നോക്കിയിട്ട് സാമുവലിന് നേരെ വീശി. ഒരു നിലവിളി പൂർത്തിയാക്കും മുന്നേ ചുടുചോര സാനിയുടെ മുഖത്ത് തെറിയിച്ചു. അല്ലു ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് വാൾ ദൂരേക്ക് എറിഞ്ഞു. പപ്പ! സാനി വലിയ വായിൽ നിലവിളിച്ചു കരയാൻ തുടങ്ങി. പപ്പ പോയല്ലോ മോളെ സാനി. ഇനി നീ വിളിച്ചാ കേൾക്കില്ല. ദാ കിടക്കുന്നു പണക്കൊഴുപ്പ് കൊണ്ട് ആലെ വിലയ്ക്ക് വാങ്ങി പന്താടുന്ന സാമുവൽ, അല്ലു പറഞ്ഞു. അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന ഭാവം നീയ്ക്കും റിയയ്ക്കും പരിചിതമല്ല. അതിൻ്റെ കൂടെ മുന്നിൽ നടന്ന കാഴ്ച കൂടെ ആയതും രണ്ടും ശ്വാസം പോലും എടുക്കാൻ മറന്നു നിൽപ്പാണ്. ജോണേ! അവന്റെ എല്ലും കഷ്ണം പോലും കിട്ടരുത്. ആ കുഴിയിലിട്ടേക്ക്. രാവിലെ കുറച്ച് ചാമ്പലായിട്ട് കിട്ടും. പിന്നെ ഇവളെ എടുത്ത് കാറിന്റെ ഡിക്കിയിലിട്ടേക്ക്. പൊന്നു മോൾക്കുള്ള അവസാന വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അവളെ നോക്കി വല്ലാത്ത ഒരു പുഞ്ചിരിയോടെ അല്ലു പറഞ്ഞു. അവൻ പുറത്തേക്ക് നടന്നു. തൊട്ടുപുറകെ ബാക്കി രണ്ടും ബോധം വന്നതുപോലെ പോയി. കാറിന്റെ അടുത്തെത്തിയതും അല്ലു കാറിൽ നിന്ന് വെള്ളമെടുത്ത് മുഖവും കൈയും കഴുകി കാറിലേക്ക് കയറി. അവരും വേഗം കാറിലേക്ക് കയറി. കാർ നേരെ പോയത് റീത്തയുടെ അടുത്തേക്കായിരുന്നു. അല്ലു കാറിൽ നിന്ന് ഇറങ്ങി ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പിറകെ രണ്ടുപേർ വന്ന് സാനിയെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി. നീയും റിയയും അവരുടെ പിന്നാലെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഡീ, അവളെ കൊണ്ടുപോകുന്നത് കണ്ടോ? വാഴക്കൊല പഴുക്കാനിട്ട് കൊണ്ടുപോകുന്ന പോലെ, റിയ നീയയുടെ ചെവിയിൽ പറഞ്ഞു. നീയ റിയയെ തറപ്പിച്ചു നോക്കി. ഉള്ളത് പറഞ്ഞപ്പോൾ അവൾക്ക് കലിപ്പ്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവർക്കും കലിപ്പാണല്ലോ, സ്വയം പറഞ്ഞു റിയ അവളുടെ ഒപ്പം പോയി. അവിടെ ചെന്നപ്പോൾ ഓരോ ചെയറിൽ നമ്പർ ഇട്ട് ഓരോരുത്തരെയായി ഇരുത്തിയേക്കുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി. എന്താടി, 1ാം സമ്മാനം 2ാം സമ്മാനം ഇങ്ങനെയുണ്ടോ? ഏറ്റവും വലിയ വില്ലൻ വില്ലത്തി അങ്ങനെ, റിയ നീയയുടെ ചെവിയിൽ പറഞ്ഞു. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ അടിച്ചു പൊട്ടിക്കും ഞാൻ. നീയ അവളെ കലിപ്പിച്ചു നോക്കി. അത്രയും പറഞ്ഞ് മുന്നോട്ടു പോയി. റീത്ത, റയാൻ, മിഥുൻ, സാനി 4മുണ്ട്. 4ഉം പേടിയോടെ അല്ലുവിനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് രണ്ടുപേരെയും ഒരേ സമയം ആരോ പുറകിൽ നിന്ന് പുണർന്നത്. റിയ ചിരിയോടെ അങ്ങനെ തന്നെ നിന്നു. പക്ഷേ നീയയുടെ കരച്ചിൽ അപ്പോഴേക്കും പുറത്തു വന്നു. അവരുടെ കരച്ചിൽ കേട്ട് നോക്കിയ റിയ കണ്ടത് അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ക്രിസ്റ്റിയാണ്. പ്രേതം, ഇച്ചായ പ്രേതം! എബിയെ അള്ളിപ്പിടിച്ചുകൊണ്ട് കിടന്നു വിളിക്കാൻ തുടങ്ങി. പേടിച്ചിരുന്നവരും കരഞ്ഞു നിന്നവർ ഒരു നിമിഷം ഞെട്ടി അവളെ നോക്കി. അല്ലു ആണെങ്കിൽ എബിയെ തറപ്പിച്ചു നോക്കി. ക്രിസ്റ്റി നീയെ മുറുകെ പുണർന്ന് അവളെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി. അവൾ അവനോട് ചേർന്ന് നിന്നു. നീയയ്ക്ക് അവളുടെ ഇച്ചായൻ ജീവനോടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ഞെട്ടലിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ റീത്ത, റയാൻ, മിഥുനൊക്കെ ഒരിക്കൽ ഞെട്ടി. പിന്നെ പാവം സാനി, അവൾ ഞെട്ടണോ കരയണോ എന്ന് ആലോചിക്കുകയാണ്. സാനിയുടെ വിളി കേട്ട് എല്ലാവരും അവളെ നോക്കി. എന്നെ എനിക്ക് കാണണ്ട. ഇവളെ എൻ്റെ ഇച്ചായൻ ചേർത്ത് പിടിക്കുന്നത്, അത് കാണുമ്പോൾ അവളെ എനിക്ക് പച്ചയ്ക്ക് കത്തിക്കാൻ തോന്നും. ക്രിസ്റ്റി നീയുടെ കൈയും പിടിച്ച് അവളെ മുന്നിലേക്ക് പോയി നിന്നു. എന്താടി നിനക്ക്? ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത് കണ്ടു നിൽക്കാൻ ആകുന്നില്ലേ? ചാകണോ? അതിനു മുന്നേ നീ ഇതൂടെ കാണ്. ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞതും ക്രിസ്റ്റി നീയുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞു. അല്ലു ഒരു ചിരിയോടെ മുഖം തിരിച്ചു. സാനി ദേഷ്യത്തിൽ നീയെ നോക്കി. അയ്യേ, അപ്പോൾ അത് പ്രേതമല്ലേ? റിയ അവരുടെ കിസിങ് കണ്ട് എബിയോട് ചോദിച്ചു. അവൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് ദേഹത്ത് നിന്ന് പിടിച്ചു താഴെ തള്ളി. തെണ്ടി, ബാക്കിയുള്ളവനെ കൊതിപ്പിക്കാനായി കിട്ടിയ അവസരം മുതലാക്കുക. എബി പറയുന്നത് കേട്ട് റിയ അവനെ തലചരിച്ചു നോക്കി. നീ ആ ചുംബനത്തിൽ ലയിച്ചുപോയി. ക്രിസ്റ്റിയും പരിസരം മറന്ന് ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവർ അവരുടെ ലോകത്തായിരുന്നു. ഒടുവിൽ സാനി വീണ്ടും അലറിയതും അവൻ അകന്നുമാറി സാനിയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. എന്നെ അഴിച്ചുവിട്. എനിക്ക് ഇവളെ സാനി ദേഷ്യം കൊണ്ട് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. ഓ, ഓടിവാ. ഇവിടെ നിൽക്കുന്നതെല്ലാം നീ അവിടുന്നത് നോക്കി നിൽക്കും. മണ്ടി ചാകാൻ തന്നെ നിൽക്കുക. അല്ലെങ്കിലും ഇവളെ തീർക്കുമല്ലേ അല്ലേ? റിയ എബിയുടെ കാതോരം പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി. ഇനി എന്തെങ്കിലും മിണ്ടിയാൽ എടുത്ത് പുറത്ത് കളയും. റിയ പിന്നെ വാ തുറക്കാൻ പോയില്ല. ഡീ മോളെ, നിന്നെ കൊല്ലില്ല, ഞാൻ നരകിപ്പിക്കും. പക്ഷേ നിനക്ക് ഇനിയും കുറച്ചുകൂടെ സമയമുണ്ട്. ആദ്യം ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അത് കഴിഞ്ഞ് നിന്നെ ഞാൻ അഴിച്ചു വിടുന്നുണ്ട്, എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ പെണ്ണിനെ, ക്രിസ്റ്റി അവളോട് പറഞ്ഞു. ക്രിസ്റ്റി ചായൻ ഇങ്ങനെയൊക്കെ തെറി വിളിക്കുക എബിച്ച? റിയ വീണ്ടും തുടങ്ങി. എൻ്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ നമ്മൾ എന്തിനാ വന്നതെന്ന് നീ മറക്കരുത്. ഒന്ന് വാ അടച്ചു നില്ല്. അവൾ അവനെ നോക്കി ചുണ്ടുകോട്ടി തിരിഞ്ഞു. ഇച്ചായോ, അപ്പം തുടങ്ങുമല്ലേ? ആദ്യം ആർക്കാണ്? റയാനെ തന്നെയാണോ? ചത്ത ശവം പോലെ ഇരിക്കുന്നവനെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ആദ്യം ഇവന് തന്നെയാണ്. അത് നീ കൊടുക്കുന്നോ അതോ ഞാൻ കൊടുക്കണോ? അല്ലു ചിരിയോടെ ചോദിച്ചു. എൻ്റെ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ പെണ്ണിനെ കൊണ്ട് പോയവനല്ലേ? അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൊടുക്കാം. അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. നീയെ ഒന്ന് നോക്കിയിട്ട് ക്രിസ്റ്റി റയാൻ്റെ മുന്നിലേക്ക് പോയി. എന്നെ ഒന്നും ചെയ്യല്ലേ?
ഞാനിനി നിങ്ങൾക്കിടയിൽ വരില്ല. ഞാൻ പൊയ്ക്കോളാൻ തിരിച്ചു. റയാൻ യാചനയോടെ പറഞ്ഞു. നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൂടെ നിന്ന് നീ എന്നെ ചതിച്ചു. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അല്ലേ നിന്നെ ഞാൻ നോക്കിയത്. എന്നിട്ട് നിനക്ക് എൻ്റെ പെണ്ണിനെ തന്നെ വേണമല്ലേ? ക്രിസ്റ്റി അവൻ്റെ കവിളിൽ പിടിച്ചു ചോദിച്ചു. പിന്നെ ക്രിസ്റ്റി കൂടെ നിന്ന ഗുണ്ടകളെ ഒന്ന് നോക്കി. അവർ അപ്പോൾ തന്നെ റയാനെ എടുത്ത് തല കീഴായി കെട്ടിത്തൂക്കി. ക്രിസ്റ്റി റയാന്റെ ഷർട്ട് അഴിച്ചു മാറ്റി. റയാന്റെ വെളുത്ത ശരീരം മുഴുവൻ അടി കൊണ്ട് നീരിച്ച പാടുകളാണ്. അത് കണ്ട് റിയ എബിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ക്രിസ്റ്റി അവന്റെ മുഖം പിടിച്ചുയർത്തി. നിനക്ക് എൻ്റെ പെണ്ണിനെ വേണമല്ലേ? നിനക്ക് അവളെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അല്ലേ? ക്രിസ്റ്റിയുടെ അലർച്ചയായിരുന്നു അത്. റയാൻ വേദന കൊണ്ട് പുളയുന്നുണ്ട്. എന്നിട്ടും അവിടെ ആരിലും ഒരിറ്റ അലിവ് കണ്ടില്ല. ക്രിസ്റ്റി ഒരു കത്തിയുമായി അവന് ചുറ്റും നടന്നു. അവന്റെ ശരീരത്തിൽ അവിടെ ഇവിടെ റയാന്റെ വിളി അവിടെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. നിനക്കുള്ളത് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പെണ്ണിനെയാണ് നീ തൊട്ടത്. ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് അവന്റെ രണ്ട് കൈയിലും മാറി മാറി വീശി. അവന്റെ എല്ലുകൾ പൊടിയുന്ന ശബ്ദം അവിടെയെങ്ങും കേട്ടു.